எல்லாருக்கும் டிஎம்கேட நன்றி நமஸ்காரம். இந்தியாவோட நம்பர் 1 சீஃப் மினிஸ்டர் ബഹുമാനപ്പെട്ട മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവരുടെ അനുവാദത്തോടു കൂടി കേരളത്തിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ DMK മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ആദ്യത്തെ ലിസ്റ്റായി ഇന്ന് പുനലൂർ നഗരസഭയിലുള്ള 9 പേര് അടങ്ങിയ ഒരു ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതല്ലാതെ 2 പഞ്ചായത്ത് ലിസ്റ്റും കൂടെ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ ലിസ്റ്റാണ്. ബാക്കിയുള്ള എല്ലാ ജില്ലാ സെക്രട്ടറിക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കിട്ടിയ ഉടനെ ബാക്കി ലിസ്റ്റും കൂടെ നമ്മൾ വെളിയിൽ വരും. എല്ലാ മാധ്യമങ്ങളും DMKക്ക് ഒരു സപ്പോർട്ട് നൽകണം. എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ എന്തുമാത്രം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാസം 31-ാം തീയതി 12 മണി രാത്രി 12 മണി ആവണ മുമ്പ് 1000 രൂപ എല്ലാവരുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും കൊടുക്കുന്നുണ്ട്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ വീട്ടിൽ കൊണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ അല്ലല്ല മാറ്റി 60 മാറ്റി 60 ആദ്യം ഡിക്ലെയർ ചെയ്ത് ഇപ്പോൾ 50 മാറ്റി. അതുപോലെ ഈ ബസ്സിൽ ഈ എല്ലാ സ്ത്രീകൾക്കും എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ബീഹാറിൽ നിന്ന് വന്നാലും മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്നാലും എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണ് അവിടെ തമിഴ്നാട് മൊത്തം കറങ്ങാനുള്ള നമുക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആസ്പത്രി പോയി നിൽക്കേണ്ട ആവശ്യമല്ല. എല്ലാ ഗ്രാമങ്ങൾക്കും നമുക്ക് അവിടെ നിന്ന് മെഡിക്കൽ ക്യാമ്പ് ഇട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ഓർക്കുക നമ്മളങ്ങോട്ട് ഡോക്ടേഴ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കേരളത്തും കിട്ടണമെന്നുള്ളതാണ് നമുക്ക് താല്പര്യം. അതിനുവേണ്ടി ഒരു മുന്നേർപ്പാടായിട്ടാണ് നമ്മൾ DMK ഈ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന് അനുവാദം തന്നു കഴിഞ്ഞു. DMK നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പിലും DMK മത്സരിക്കും. അതിന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും കാലം കിട്ടാതെ ഉദയസൂര്യൻ ചിഹ്നം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഉദയസൂര്യനാണ് ഇപ്പോൾ നമ്മളെല്ലാം മത്സരിക്കാൻ പോകുന്നത്. അതെ, അല്ല നമുക്ക് ഇവിടെ ചർച്ച നടത്താൻ പറ്റില്ലല്ലോ. LDF UDF രണ്ടും നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ദ്രാവിഡ മണ്ണാണ്. ഇത് പെരിയാറിൻ്റെ മണ്ണ്. ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഇതെല്ലാം കേരള, ഇതെല്ലാം ദ്രാവിഡ മണ്ണാണ്. പെരിയാറിൻ്റെ ഭൂമിയാണ്. ഇവിടെ നമുക്ക് BJP വരാൻ പാടില്ല എന്ന് മാത്രമേ ഒറ്റ നിലപാട്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഏത് വേണമെങ്കിലും വരട്ടെ. അതുപോലെ ഇപ്പോൾ നമുക്ക് BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാൻഡിഡേറ്റ് നിർത്താൻ തയ്യാറാണ്. ഈ 2 മുന്നണിയിലൂടെ നമുക്ക് വിട്ടുതരണം. നിങ്ങളുടെ മുഖാന്തരം അവർക്ക് ഒരു ഇത് വയ്ക്കുന്നുണ്ട്, റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഇല്ല ചർച്ച നടത്താൻ പറ്റില്ല. 2 പേർക്ക് ഈക്വൽ ഡിസ്റ്റൻസ്. യാര് സ്ഥാനാർത്ഥികളാ? DMK നടത്തുന്നുണ്ട്. നമ്മൾ DMK ഭരണ സമയത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂവേ വരത്തില്ല. അത് നമ്മുടെ മുതിർന്ന നേതാവ് ഡോക്ടർ കലങ്ങരുള്ള സമയത്തും ഇപ്പോൾ നമ്മുടെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവர்களுള്ള സമയത്തും ഇങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂവേ വരത്തില്ല. അത് അവർ നോക്കിക്കൊള്ളും. അതേക്കുറിച്ച് നമുക്ക് ഒരു പേടി വേണ്ട. അതന്നെ, അത് അവർ രണ്ട് ചീഫ് മിനിസ്റ്ററും ഇങ്ങോട്ട് ഒളുങ്ങണമെങ്കിൽ പിന്നെ നമുക്ക് മുഖ്യമന്ത്രി അറിഞ്ഞൂടായിരുന്ന അവർ ചോദിക്കുമല്ലോ. ഏത് തനിയെ മത്സരിക്കണം. അവർ സപ്പോർട്ട് തന്നാൽ നമുക്ക് വാങ്ങാൻ തയ്യാറ്. ഇപ്പോൾ തൽക്കാലം ഒരു 2 പഞ്ചായത്ത് മാത്രം ഇത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് കിട്ടിയില്ല. ഇന്നലെ ചെന്നൈ പോയിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയത് ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ഇന്ന് രാവിലെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പുനലൂരിലെ നഗരാட்சிയിലെ 9 വാർഡ്, പിന്നെ കൊട്ടാരക്കരയിലെ ഒരു പഞ്ചായത്ത്, തെന്മല പഞ്ചായത്ത്, ആര്യങ്കാവ് പഞ്ചായത്ത്, ഇതിൻ്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇടുക്കിയിൽ ഒരുപാട് മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് പിന്നെ ഞാൻ വിടാനിരിക്കണം. അല്ല, ഇത് രണ്ടും ഇപ്പം നമ്മൾ മത്സരിച്ച് BJP ജയിപ്പിക്കാൻ പാടില്ല. ഇപ്പം ഈ 2 മുന്നണിയിൽ ജയിക്കണം. ആർക്ക്? നമ്മൾ ആർക്ക് ചെയ്യാൻ പറ്റില്ല.
പിന്തുണ ആർക്കില്ല. നമുക്ക് 2 ഈക്വൽ ഡിസ്റ്റൻസ്. LDF ആയാലും UDF ആയാലും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. ഇല്ല, നമ്മൾ നിന്ന് കളഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ BJP വളരെ ഡേഞ്ചറസ് സോണാണ് ഇരിക്കുന്നത്. ഇപ്പോൾ BJP വരാൻ സാധ്യത ഉള്ളതാണ്. നമ്മൾ മത്സരിച്ചാൽ BJP 100% ജയിക്കും. ഏത് നമുക്ക് അവർക്ക് ഈ ഒരു മണ്ഡലത്തിൽ LDF ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ LDF ചെയ്യണം, UDF ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ UDF ചെയ്യണം. അത് നിർദ്ദേശം എല്ലാ നമ്മുടെ പാർട്ടിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ മുന്നണി അല്ല, അത് ഫുള്ള് ലിസ്റ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഓരോ വാർഡുക്കാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിയുള്ളത് മത്സരിക്കണം. ഇപ്പോൾ ഇടുക്കിയിൽ നമ്മൾ ഒരുപാട് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്നുണ്ട്. പാലക്കാട് ഒരു ഈ CPM ഇരുന്ന് വന്നവർ നമ്മുടെ അടുത്ത് വരാമെന്ന് സംസാരിച്ചിട്ട് പോയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് CPM എന്ന് പറഞ്ഞവർ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പിടിക്കാറുണ്ട്. നമുക്ക് ഈ അലയൻസിനുള്ളത് നമുക്ക് അതിൽ ഒരു ചെറിയ ഒരു ഇതുപോലും വരാൻ പാടില്ല, ഒരു കീഴിൽ പോലും വരാൻ രീതിയിൽ നമ്മൾ നോക്കിക്കോളാം. കൊല്ലത്തുണ്ട്. ആ 3 കൂടുതൽ. ബാക്കിയുള്ള ലിസ്റ്റ് ഇതുവരെ തന്നിട്ടില്ല. ഈ 3 ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പെർമിഷന് വേണ്ടി അങ്ങോട്ട് അയച്ചു. അതിലിപ്പോൾ ഇന്നലെ കിട്ടിയത് കൊല്ലത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പോകാൻ തയ്യാറ്. BJP അല്ലാതെ ആര് ചോദിച്ചാലും പോകാൻ തയ്യാറ്. അല്ല, നമ്മൾ ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ ശക്തി തെളിയിക്കണം. നമുക്ക് ശക്തമായിട്ട് ഇപ്പോൾ പുനലൂരിൽ നമുക്ക് ശക്തമായി നിൽക്കുന്നുണ്ട്. നമുക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇടുക്കിയിലും അതുപോലെ സാധ്യത ഉണ്ട്. ഇത് പുനലൂർ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്.